എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ +2 കഴിഞ്ഞ കുട്ടികളെ പല വിധത്തിലുള്ള കോഴ്സുകൾക്ക് പുറത്തേക്ക് വിടാൻ വേണ്ടി ഇരിക്കുന്നവരായിരിക്കും. തീർച്ചയായും വളരെയേറെ ടെൻഷനുള്ളൊരു കാലഘട്ടമാണിത്. കാരണം +2 വരെ നമ്മുടെ അരുമകളായിട്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മളെ വിട്ടിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പഠിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിത് ആശങ്കകളില്ലെങ്കിൽ പോലും മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെയേറെ ആശങ്കയുടെ ഒരു കാലഘട്ടമാണ്. കാരണം നമ്മുടെ മക്കൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടിൽ പെടുമോ, ഏതെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ അവർക്ക് വരുമോ, ആരൊക്കെയായിരിക്കും അവരുടെ കൂട്ടുകൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല പല ചിന്തകൾ കാരണം അസ്വസ്ഥമായിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ പഠനകാലം എന്ന് പറയുമ്പോൾ. നല്ല കോഴ്സ് കിട്ടുമോ, നല്ല കോളേജ് കിട്ടുമോ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമോ എന്നുള്ള ടെൻഷനാണ് പല മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന വലിയൊരു ചിന്ത എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യവും നമുക്കെല്ലാം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. നമ്മളൊരു അയയിൽ കുറേ വെള്ള തുണികൾ വിരിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അലക്കി വെടിപ്പാക്കി വിരിച്ചിട്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് നല്ല ചുവപ്പ് കളറുള്ളൊരു സാരി, കളറിളകുന്ന ഒരു സാരിയും കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം മറ്റൊരു അയയിലായിട്ട് വിരിച്ചിട്ടിരിക്കുന്നു. ചെറിയൊരു കാറ്റ് വരുന്നു. ഈ സാരി ആ വെള്ള ഷർട്ടുകളുടെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പോയി ടച്ച് ചെയ്യാനിട വരുന്നു. ഈ ഒരു സാരി ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ ഈ ഷർട്ടുകളോ അല്ലെങ്കിൽ വെള്ള തുണികളോ എല്ലാം മാലിന്യം പടർന്നതുപോലെ ഒന്നിനും ഉപകരിക്കാത്ത വണ്ണമായിത്തീരുന്നു. എല്ലാത്തിലും ഈ ഒരു ചുവപ്പ് കളർ അവിടെയും ഇവിടെയും ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിത്തീർന്നിട്ടുണ്ടാവും. ഇതാണ് നോർമലി സംഭവിക്കുന്ന ഒരു കാര്യം. ഇതുപോലെയാണ് നമ്മൾക്ക് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള വലിയ ഭയാശങ്കയും. നമ്മളെത്ര നിഷ്കളങ്കരായിട്ട് വിശുദ്ധിയിലും നല്ല ഒരു സ്വഭാവത്തിലൊക്കെ രൂപീകരിച്ച് വിടുന്ന മക്കളാണെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ കാറ്റ് വന്ന് ഏതെങ്കിലും ഒരു മലിനമായ വ്യക്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ ഇടയായാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ അല്ലെങ്കിൽ അവരുടെ വിശുദ്ധി. ഇതൊക്കെയാണ് നമ്മുടെ ടെൻഷനുള്ള വലിയ കാരണങ്ങൾ. എന്നാൽ ഇന്നത്തെ പല പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചില ഷർട്ടുകളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം വീണാലും പ്രശ്നമില്ല, ചെളി വീണാലും പ്രശ്നമില്ല, എന്തൊക്കെ കളർ വന്നതിലേക്ക് വീണാലും ഒരു പ്രശ്നവുമില്ല. കാരണം അതിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ് കാരണം ഡ്രസ്സിൻ്റെ അതേ ഗുണം കിട്ടുന്നതോടൊപ്പം ഒരു മാലിന്യവും ഒരു നനവും ഇതിനെ ബാധിക്കാത്ത വണ്ണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തരം ഷർട്ട്, അതിൻ്റെ പരസ്യങ്ങൾ നമ്മൾ പലപ്പോഴും വീഡിയോസായിട്ടും പിന്നെ പരസ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന ഈ ഒരു ഷർട്ടിനെ പോലെ നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് ഇന്ന് ഏറ്റവും നന്നായിട്ട് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കപ്പെടാനുള്ള വലിയൊരു കവചമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന കവചം. ആ ഒരു കോട്ടിംഗ് ഉണ്ടെങ്കിൽ ഏതൊക്കെ വിധത്തിലുള്ള മാലിന്യങ്ങളോ ഏത് വിധത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടോ നമ്മുടെ മക്കളുടെ അടുത്തേക്ക് വന്നാലും അതൊന്നും ഇവരെ ബാധിക്കാത്ത വണ്ണം അതാ പുറത്തുകൂടി ജസ്റ്റ് തട്ടി അത് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നത് പോലെ നമ്മുടെ മക്കളെ ബാധിക്കാതെ പോവും. അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആകുലപ്പെട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. പകരം അതിനൊക്കെ അപ്പുറമായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ കരുണയിലും സംരക്ഷണത്തിലും ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വലിയ ശക്തിയും വലിയ വിശുദ്ധിയുടെ പരിചയം കവചവുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ മാതാപിതാക്കളായി നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ആകുലപ്പെട്ടിരിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയുടെ ആ ഒരു കവചം തീർത്തുകൊണ്ട് ഒരു വിധത്തിലുള്ള ദുഷ്ടശക്തികളും തിന്മയും അവരെ സ്വാധീനിക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഒരു കവചം നമ്മുടെ മക്കളെ ഏത് വിദൂരത്താണെങ്കിലും സംരക്ഷിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഷർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടത്. കാരണം ഒരേ പോലെ തന്നെ യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ്. രണ്ടും നമ്മൾ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടിൻ്റെയും പർപ്പസ് ഒന്നാണെങ്കിലും രണ്ടിൻ്റെയും ഉപയോഗത്തിൽ വരുമ്പോൾ എങ്ങനെയാണത് രണ്ടും രണ്ട് രീതിയിൽ ആക്ട് ചെയ്യുന്നതെന്ന് കണ്ടു. ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴേക്കും തന്നെ അതിലേക്ക് മാലിന്യം പിടിക്കുകയും മറ്റേത് ചെടി തന്നെ വാരി ഒഴിച്ചാലും ഒരു തരത്തിലും അതിനെ ബാധിക്കാത്ത വിധത്തിൽ ജസ്റ്റ് ആ പുറത്തുകൂടി അത് താഴേക്ക് വീഴുന്നതല്ലാതെ ആ ഷർട്ടിനെ അത് ബാധിക്കാത്തതുപോലെ
നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ വിധത്തിലുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കോട്ടിങ് കൊടുക്കാൻ തയ്യാറായാൽ ഒരു വിധത്തിലുള്ള അശുദ്ധിയെയും ഒരു വിധത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടിനെയും ഒരു വിധത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളെയും നമ്മുടെ മക്കളിലേക്ക് വരുമോ എന്നോർത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥനയാകുന്ന കോട്ടിങ് എത്രമാത്രം തിക്കായിട്ട് നമുക്ക് മക്കൾക്ക് നൽകാമെന്നതിനെക്കുറിച്ച് മാത്രം മാതാപിതാക്കളെ നമ്മൾ ചിന്തിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം അതിൻ്റെ രീതിയിൽ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്തോളും എന്നുള്ള വലിയൊരു വിശ്വാസത്തോടു കൂടി ടെൻഷൻ ഇല്ലാതെ മക്കളെയൊക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ദാനമാണെന്നുള്ള വലിയ തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തോന്നുള്ളൂ. അതേസമയം നമ്മുടെ എന്തൊക്കെയോ പ്രൈവറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മക്കളെന്ന് വിചാരിക്കുന്നിടത്താണ് വലിയ വലിയ ടെൻഷനുകളും ആകുലതകളൊക്കെ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി മക്കളെ വളർത്താനായി ദൈവത്തെ തന്നെ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ തീർച്ചയായും ദൈവം എവിടെ ആയിരുന്നാലും നമ്മുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ എല്ലാ വിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും തിന്മയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തോളും. ഈ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.